ഡോക്ടേഴ്സ്, സിറ്റി ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കോട്ടയത്തിനെ എന്തുകൊണ്ടാണ് സിറ്റി ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ അക്ഷരനഗരി എന്ന് പറയുന്നത് മക്കൾക്കറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും ആദ്യം 100% സാക്ഷരത കൈവരിച്ച നഗരമാണ് കോട്ടയം. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് നിലകൊള്ളുന്നത് കോട്ടയത്താണ്. പിന്നെ വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചു വളർന്ന നാടാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിനും എസ്പെഷ്യലി ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന നഗരമാണ് നമ്മുടെ കോട്ടയം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെയും ഒരുപാട് അഭിമാനത്തോടെയുമാണ് സൈലത്തിൻ്റെ കോട്ടയം ഹൈബ്രിഡ് ക്യാമ്പസ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കോട്ടയത്തിലെ നമ്മുടെ ക്യാമ്പസ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സിറ്റിയുടെ നടുക്ക് തന്നെയാണ്. അതായത് കോട്ടയത്ത് TB റോഡിൽ PWD ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്താണ് നമ്മുടെ ക്യാമ്പസ് ഉള്ളത്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒരു ഓട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ മിനിമം ചാർജ് കൊടുത്ത് നിങ്ങൾക്ക് നമ്മുടെ ക്യാമ്പസിൽ എത്തിച്ചേരാം. ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ക്യാമ്പസ് നിലകൊള്ളുന്നത്. പിന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ മക്കൾക്ക് അറിയാലോ. നമ്മൾ 2 രീതിയിലാണ് നിങ്ങളുടെ ക്ലാസ്സസ് പോവുക. നിങ്ങൾക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ടെന്നറിയാം. അതായത് ഒരു ദിവസം നമ്മൾ ഓൺലൈനിൽ നമ്മുടെ ക്ലാസ്സസ് കാണുന്നുണ്ട്, കോൺസെപ്റ്റ് മനസ്സിലാക്കിയാണ് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരിക. രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഓഫ്ലൈനിൽ വരുമ്പം അതേ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലാസ്സിൽ നമ്മൾ ഒന്നും കൂടി ക്ലിയർ ആക്കി തരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ റിവിഷൻ നടക്കും. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ടെസ്റ്റ് ഉണ്ട്, വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്. നീറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യാൻ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ. പക്ഷേ നമ്മൾ നല്ല പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എക്സാമിൻ്റെ പാറ്റേണിനെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഓഫ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ അവരിവിടെ നിങ്ങൾക്കുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ട്. മെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഹോസ്റ്റൽസിലാണെങ്കിൽ ഹോസ്റ്റൽ വാർഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ചുറ്റിനും ആളുകളുണ്ട്. നമ്മുടെ എൻറ്റയർ ടീം ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മുടെ ക്ലാസ് റൂമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രിയിലുള്ള ഒരു മിത്താണ് ശരിക്കും നമ്മൾ ഒരുപാട് പ്രഷറിൽ തിങ്ങി ഞെരിങ്ങൊക്കെ ഇരുന്ന് പഠിക്കണം, അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ കുറച്ച് പ്രഷറിൽ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ളത്. അത് ശരിക്കും തിരുത്തി എഴുതിയാണ് സൈലം കഴിഞ്ഞ വർഷങ്ങളിലൂടെ ചെയ്യുന്നത്. അത് നമ്മൾ തെളിയിച്ചിട്ടുമുണ്ട് നമ്മുടെ റിസൾട്ടിലൂടെ. സോ കോട്ടയം ക്യാമ്പസിൽ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ബ്രീത്തബിൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് മക്കൾക്ക് ഇവിടെ ഉണ്ടാവുക. അതുപോലെ നല്ല വ്യൂ ആണ് നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ. എന്ന് വെച്ചാൽ മനസ്സിന് നല്ലൊരു റിലാക്സേഷൻ തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് ഈ ക്യാമ്പസിൽ ഫീൽ ചെയ്യുക. അത് എനിക്കിവിടെ വന്നപ്പോഴും ഈ ഒരു പീസ്ഫുൾനെസ്, ഈ ഒരു കാംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മക്കൾക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ റിപ്പീറ്റർ കോഴ്സ് മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മിഡ് മെയ്യോട് കൂടി, അതായത് നീറ്റ് എക്സാം കഴിഞ്ഞ് May 5 നമ്മുടെ നീറ്റ് 2024 നടക്കുന്നത്. അതിനുശേഷം ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ, അതായത് മെയ് പകുതിയോട് കൂടി തന്നെ നമ്മളുടെ റിപ്പീറ്റർ ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാകും. ആ നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. എല്ലാത്തിനും നല്ല ക്ലിയർ ആൻസേഴ്സ് തരുന്നതാണ്. അപ്പോൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കുട്ടിയുടെ നീറ്റ് കോച്ചിങ് നമുക്ക് സൈലത്തിൽ നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വിളിച്ച് ചോദിക്കുക. നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോട്ടയം ഹൈബ്രിഡ് ക്യാമ്പസിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മുടെ നീറ്റ് 2025 വേണ്ടി പഠിക്കാൻ വരുന്ന ആസ്പിരൻസ് വളരെ പീസ്ഫുള്ളായി നിന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വളരെ ശാന്തമായ പീസ്ഫുള്ളായ ഒരു അന്തരീക്ഷം, എല്ലാ സൗകര്യങ്ങളോടും സെക്യൂരിറ്റിയോടും കൂടെ മക്കൾക്ക് ഇവിടെ പഠിക്കാം. അപ്പോൾ ഹോസ്റ്റലിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കിയാലോ. അപ്പോൾ കമോൺ, നമുക്ക് അവിടെ പോയി നമ്മുടെ മക്കളെയും കൂടി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയത്തെ സിട്രസ് ഹോസ്റ്റലിലെ അടിപൊളി മക്കള്. ഒരു എനർജി നമുക്കൊന്ന് കണ്ടാലോ?